ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്, ഇന്നത്തെ യൂണിവേഴ്സൽ എനർജീസ് എന്തെല്ലാമാണ്, ഇന്നത്തെ ദിവസം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് എനർജീസ് ഉണ്ട് എന്നൊക്കെ നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, ഇന്നത്തെ ഗൈഡൻസ് എന്താണ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുള്ള ആളുകളാവാം, പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാവാം. കാരണം നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ദിവസമാകാൻ സാധ്യതയുണ്ട്. അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, പണം എവിടേക്കോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ നിങ്ങൾക്കത് വിസിബിൾ അല്ല. നിങ്ങൾക്കറിയാം അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷേ അത് പ്രയോജനമില്ലാതെ പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യം വന്ന സമയത്ത് അത് പ്രയോജനപ്പെട്ടില്ല. അത് ശരിക്കും ഒരു ടോട്ടൽ ലോസ് പോലെയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. പണത്തിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങളുടെ പണം, നിങ്ങളുടെ ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളത് എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പണം സമയത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് ആ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നേ ദിവസം 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അത് നിങ്ങളുടെ തന്നെ പണമാണ്, നിങ്ങളിലേക്ക് തന്നെ വരേണ്ട പണമാണ്. അപ്പോൾ ആ പണത്തിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വീണ്ടും ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇത് നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വാക്ക് പാലിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു കുഞ്ഞ് വാവ ഉണ്ടാവുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ വരാൻ പോകുന്നു എന്ന് നിങ്ങളൊക്കെ അറിയുന്നതാകാം. പിന്നെ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിൻ്റെ ചിലപ്പോൾ തറക്കല്ലിടുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ആദ്യഘട്ടം എന്തെങ്കിലും ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്ന് പെൻറ്റക്കിൾ എനർജി ആണല്ലോ, പെൻറ്റക്കിൾസ്. അടുത്തത് ഹെർമിറ്റാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ നല്ലൊരു തുക, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ഒരു തുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട്. ആ പണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിഷമത്തോടു കൂടി അറിയുന്നതായിരിക്കാം. ആ പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിച്ച് നിൽക്കുന്നതാവും. അതുകൊണ്ട് ഒരു ഹെർമിറ്റ് എനർജി, നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചധികം പേര് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ ഒരു ആത്മപരിശോധന ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എന്താണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് എനിക്ക് ഒരു വെളിച്ചം കിട്ടാത്തത്. ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇരുട്ട് പോലെ ആയിരിക്കും തോന്നുന്നത്. ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്നറിയത്തില്ല. ഈ മനസ്സിലുള്ള സങ്കടവും വിഷമവും അതൊക്കെ ആരോട് പറയണമെന്നറിയത്തില്ല. അപ്പോൾ നിങ്ങളെ കേൾക്കാൻ ഒരാളില്ല എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആരോടും പറയാനില്ലാതെ ഒറ്റപ്പെട്ടു പോയി, എനിക്കിത് ആരോടും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്നതാവാം. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് ഹെർമിറ്റ് എന്നത് പറയുന്നത്. സ്റ്റക്നെസ് ആണ് കേട്ടോ, അല്ലാത്തൊരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ്, കോംപ്രമൈസ് ആണ്. ചിലപ്പോൾ ഇന്നൊരു ബാലൻസ് ഇല്ലാതെ നിന്ന റിലേഷൻഷിപ്പുകളൊക്കെ ആണെങ്കിൽ അവിടെ റിലേഷൻഷിപ്പുകളിൽ ബാലൻസ് വരുന്നുണ്ട്. നിങ്ങൾ പണം, വരവിൽ അധികം തുക നിങ്ങൾ ചിലവാക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം മുതൽ അതിനൊരു ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വലിയ തുകകളാണ് ഏൺ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചിലവാക്കുകയാണെങ്കിൽ എനിക്ക് ഒരു വലിയ തുക സേവ് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവാം. പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് വളരെ കൂടുതലാണ്. ആവശ്യമില്ലാതെ സംസാരിച്ചാൽ എനിക്ക് വെറുതെ എൻ്റെ എനർജി ലോസുമാണ്, എനിക്ക് വെറുതെ കർമ്മയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മിതഭാഷണമേ ഇനി ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാകാം. നിങ്ങൾ മൊത്തത്തിലൊരു ഒരു മിക്സിംഗ് അപ്പ് ആക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ചീത്ത അനുഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ആ
കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ ഒരു പുതിയ നിങ്ങളെ ഒരു മിക്സപ്പ് ചെയ്തിട്ട് ഒരു നിങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചത്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ടെമ്പറൻസിന് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലോസ് കാണുന്നുണ്ട്. ഇവിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പൈസ എടുത്ത് ചിലവാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര മാനസിക വിഷമം തോന്നും. എന്നാൽ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ അസറ്റ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അസറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. വീടോ കാറോ ഷോപ്പുകളോ ഒക്കെ വാങ്ങിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പുതിയ ഗോൾഡ് വാങ്ങിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തോ പുതിയ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യും. പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിശുക്കും. ഇതൊരു മൈസറാണ്, പിശുക്കനാണ്. അപ്പോൾ തൻ്റെ കയ്യിലുള്ള പണമായാലും അറിവായാലും എന്ത് തന്നെയായാലും സന്തോഷമായാലും ഒന്നും ആർക്കും കൊടുക്കത്തില്ല, പിടിച്ചു വെക്കും. അപ്പോൾ ഇന്നൊരു മൊത്തത്തിലൊരു സെക്ലൂഡഡ് പേഴ്സൺ ആണ്, ഹെർമിറ്റിനെ പോലെ. മൊത്തത്തിലൊരു ഒറ്റപ്പെട്ട മനുഷ്യനാണ്, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ആർക്കും കൊടുക്കത്തില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇന്ന ദിവസം ഇരിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ ലോസ് അപ്പുറത്ത് സംഭവിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിടിച്ച് പിശുക്കിയിട്ട് അപ്പുറത്ത് വലിയ ലോസ് സംഭവിക്കാനാണ് സാധ്യത. അപ്പോൾ പൈസ ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം. പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണത്തിന് മൂല്യം കാണിക്കുക, അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പണം സ്പെൻഡ് ചെയ്യുക, കിട്ടുന്ന ഓരോ പൈസയ്ക്കും നന്ദിയുള്ളവരായിരിക്കുക. ആ പൈസ കിട്ടുന്നത് കൊണ്ടാണ് ആ പണം നമ്മളിലൂടെ ഒഴുകി വീണ്ടും നമ്മളിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ അതിന് നന്ദിയുള്ളവരായിരിക്കുക കേട്ടോ. പണം ഏറ്റവും ഹയസ്റ്റ് എനർജി എന്ന് പറയുന്നത് ലവ് ആണ്, അതിനുശേഷം പണമാണ് കേട്ടോ. അപ്പോൾ അത്രയും ഹൈ എനർജി നിന്നാൽ മാത്രമേ നമുക്ക് പണം നമ്മളിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ പണം അത്രയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വെട്ടൊന്ന് മുറുകണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് ഇമോഷണലായിട്ട് യാതൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിനേക്കാളും നിങ്ങളുടെ ഹെഡിനായിരിക്കും, നിങ്ങളുടെ ബുദ്ധിക്കായിരിക്കും എന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഒരുപാട് ആലോചിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മാത്രമല്ല, നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇന്ന് വാല്യൂ കിട്ടും. നിങ്ങളിന്ന് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ എടുക്കുന്ന ഓരോ വാക്കുകൾക്കും ഓരോ തീരുമാനങ്ങൾക്കും ഇന്ന് വാല്യൂ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കട്ട് ആൻഡ് ഡ്രൈവാണ്. നേരെ നോക്കി ഇന്ന് കാര്യം പറയുക, കാര്യം മനസ്സിലാക്കുക, തീർപ്പുണ്ടാക്കുക, അതാണ് കേട്ടോ. ഇനി വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ പക്ഷം ചേരാൻ നിൽക്കരുത്. അവിടെ അൺബയസ്ഡ് ആയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയിക്കോണം. അതാണ് കിങ് ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. മച്വറായിട്ട് തീരുമാനം എടുക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക. ഓക്കെ, ഇതാണ് കിങ് ഓഫ് സ്വോർഡ് പറയുന്നത് കേട്ടോ. വഴക്കാളിയാണ്, അതുകൊണ്ട് ഈഗോയിസ്റ്റ് ആണ്, ഭയങ്കര ഈഗോ ആയിരിക്കും, കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും. എങ്കിലും ശ്രദ്ധിച്ച് നിൽക്കണം. അടുത്തത് വീണ്ടും വേൾഡ് കാർഡാണ്. അപ്പോൾ എന്തോ ഒരു കംപ്ലീഷൻ, ഇന്നലെയും നമുക്ക് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സക്സസ് ആണ് കാര്യങ്ങളൊക്കെ, അതുപോലെ കംപ്ലീഷനാണ്, ഒരു സൈക്കിള് എൻ്റെ പൈ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരുടെയൊക്കെയോ ഒരു കാർമിക് സൈക്കിള്, അതായത് നിങ്ങൾക്ക് ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു കർമ്മ ബോണ്ട് അവസാനിച്ച് പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ആരുടെയൊക്കെയോ കർമ്മ ബോണ്ട് അവസാനിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കർമ്മ ബോണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടുമ്പോൾ നിങ്ങൾ വലിയ ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്കായിരിക്കും ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേരുടെ കർമ്മ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സൈക്കിൾ അവസാനിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആരുടെയൊക്കെയാണെന്നൊന്ന് പറയണേ. ഇന്നലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, ഒരു കർമ്മ അവസാനിച്ച് പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുത്. ഓക്കെ, അടുത്ത കാർഡ് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ കർമ്മ അവസാനിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾ ആരിൽ നിന്നൊക്കെയോ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട്. ചില ആളുകളെ ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻസ് പൂർണ്ണമായി നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചില ആളുകൾ മാത്രമായിരിക്കും നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ. ആ വലിയ പ്രിയപ്പെട്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് നമ്മൾക്കായിരിക്കും അവർ പ്രിയപ്പെട്ടവർ. അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടതാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് അവരുടേതായ പ്രിയപ്പെട്ട ആളുകൾ വേറെ കാണും. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ്. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇയാൾ എന്നെ ഇഷ്ടപ്പെടണം എന്ന രീതിയിലാണ് നമ്മൾ അവരെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്.
ഒരു നിമിഷം നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഈ ബന്ധങ്ങളിൽ നിന്ന് സുഖമായിട്ട് ഇറങ്ങിപ്പോകും. കാരണം നമ്മളവരുടെ പ്രിയപ്പെട്ടവരല്ലല്ലോ. അപ്പോൾ അവരിറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവരെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കായിപ്പോവും, ഡിറ്റാച്ച്ഡ് ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് പോകുന്ന ആളുകൾ, റിലേഷൻഷിപ്പിൽ നിന്ന് കുറേ ആളുകൾ ഇറങ്ങിപ്പോയതായിട്ടും അല്ലെങ്കിൽ നിങ്ങളായിട്ട് കുറേ പേര് വേണ്ടെന്ന് വെച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സർക്കിൾ പൂർത്തിയായി, ആ കർമ്മ ബാഗേജ് കഴിഞ്ഞായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേര് നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആബ്സെൻസ് നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വൽ ആകാൻ, ദൈവത്തിനോട് നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ഇന്നേ ദിവസം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തിനാണ് എന്നോട് ചെയ്തത്? ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ? അല്ലെങ്കിൽ ഞാൻ അവരോട് ആത്മാർത്ഥമായിട്ടല്ലേ നിന്നത്? ഞാൻ എത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു? ഞാൻ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? എന്നിട്ട് എനിക്കിതാണോ കിട്ടിയത്? അപ്പം നീതി എന്ന് പറയുന്നൊന്നും ഇല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ആ കർമ്മ ബാഗേജ് ക്ലിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകുന്ന, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില മനുഷ്യരാണ് കേട്ടോ. അവർ പൊയ്ക്കോട്ടെ, ഇനി അവരുടെ പുറകെ പോകണ്ട. അവരെ കൊണ്ട് നമുക്ക് വലിയ നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല. ഉള്ള ഒരേ ഒരു കാര്യം, ആരെയും വിശ്വസിക്കരുത് എന്നൊരു പാഠം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നത് മാത്രമാണ്. അതൊരു വലിയ പാഠമാണ്. അവരോട് നന്ദിയുള്ളവരായിരിക്കും. കാരണം അവരാണ് നമുക്ക് ആ പാഠം പറഞ്ഞു തന്നത്. ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന കുറച്ചധികം ആളുകൾ ഇന്നേ ദിവസം കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത കാർഡ് 4 ഓഫ് സോർഡ്സ് ആണ്. വീണ്ടും 4 ഓഫ് സോർഡ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുകയായിരിക്കും. എഴുന്നേക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഫിസിക്കലി നിങ്ങൾ വീക്കായിരിക്കാം, ഫിസിക്കലി മെൻ്റലി വീക്കായിരിക്കാം. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരോടും പറയാൻ പോലും ആരുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ തീരുമാനങ്ങളില്ലാത്തത് കൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫോറോസോട് പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കുമോ. കാരണം നിങ്ങളുടെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് അത് ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ തൽക്കാലം റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യം ഒന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബന്ധങ്ങൾ ശിഥിലമായി പോകും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട്. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ നിർബന്ധമായിട്ടും റെസ്റ്റ് എടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നലെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിഞ്ഞുകൊണ്ട് എത്ര പേരാണ് വന്നിട്ട് കമൻറ്റ് ഇട്ടത്. നാരോ എസ്കേപ്പ് ആയിരുന്നു, അപകടം കണ്ടു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേരാണ് ഇന്നലെ കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. അപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് 4 ഓഫ് സോർഡ്സ് പറയുന്നത് കേട്ടോ. സൂക്ഷിക്കണം. സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം കേട്ടോ. വണ്ടി എടുത്തൊക്കെ പോകുമ്പം, വണ്ടി വേണമെന്നില്ല, നടന്നു പോകുമ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിലൊരു പാകപ്പഴം കൊണ്ടല്ലെങ്കിൽ പോലും നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവത്തെ വിളിച്ചിട്ട് മാത്രം പുറത്തോട്ട് ഇറങ്ങിപ്പോകട്ടോ. അടുത്തത് 6 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ പറയുന്നത് നമ്മൾ സമാധാനം ഇല്ലാത്തൊരിടത്ത് നിന്ന് സമാധാനമുള്ളൊരിടത്തേക്ക് നീങ്ങുന്നു എന്നാണ്. നമ്മൾ നിശ്ചലമായി കിടക്കുന്നിടത്ത് നിന്ന് ഇവിടെ കിടക്കുവാണ്. ഓക്കെ, ഇപ്പം 3 ഓഫ് സോർഡ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വാള് തറച്ച് ഇരിക്കുന്ന അവസ്ഥയാണ്. അതായത് നമ്മുടെ ഹൃദയം ഫുള്ളി സ്റ്റാബിഡാണ്. അപ്പം അത് ഹൃദയം കൊണ്ട് ഇനി ഒരാവശ്യമില്ല എന്നല്ല, ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ആരൊക്കെയോ. അപ്പം അതുകൊണ്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 4 ഓഫ് സോർഡാണ്. നമ്മൾ തളർന്നിരിക്കുകയാണ്. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നമ്മൾ തളർന്നിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത കാർഡെന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയുടെ കാർഡാണ്. പിന്നെ വരുന്നത് 6 ഓഫ് സോർഡാണ്. അപ്പോൾ നിങ്ങൾ കിടക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അതൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ജീവിതത്തിൽ ചില ചലനങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ നിന്നത് ഭയങ്കര സമാധാനമില്ലാത്ത ഒരിടത്താണെങ്കിൽ ഇന്ന് നിങ്ങൾ സമാധാനമുള്ളൊരിടത്തേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സമാധാനമുള്ള ഒരു തീരം തേടി പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ വീട് വിട്ടു പോകുന്നതാകാം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാകാം, ജോലിക്ക് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതാകാം, വാടക വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നതാകാം. ഇത് കൂടുതലും വാടക വീട്ടിലോട്ടൊക്കെ മാറുന്നതിൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള അസറ്റ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ അടുത്ത നമ്മുടെ ഒരു ഷെൽട്ടറിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. വിത്ത് ദുരിതമാണ് കേട്ടോ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളോടും കൂടി നമ്മൾ പോകുന്നു എന്നാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു എന്നൊന്നുമല്ല, സങ്കടം ഉള്ളതുകൊണ്ട് നമ്മൾ സന്തോഷമുള്ളൊരിടത്തെ തേടി പോകുന്നതായിട്ടാണ് കാണുന്നത്. സങ്കടത്തിൽ നിന്ന് സന്തോഷമുള്ളൊരിടത്തേക്ക്, സമാധാനമുള്ളൊരിടത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു, മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇന്നൊരു യാത്രയുടെ കാർഡാണ്. വേൾഡ് കാർഡും പറയുന്നത് യാത്രയുടെ കാർഡാണ് കേട്ടോ. അപ്പോൾ
ഇന്ന് യാത്ര ചെയ്യുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി ഓഫറിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെ കാണുന്നുണ്ട്. വയ്യാത്തത് കൊണ്ട് കിടക്കുന്ന ആളുകളെ ഉണ്ട്. വയ്യെങ്കിൽ കിടക്കൂ എന്ന് പറയുന്നുണ്ട്. സമാധാനമായിട്ടിരുന്ന സമാധാനമായിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കൂ. ഇപ്പോൾ തീരുമാനം എടുക്കാൻ പ്രാപ്തനല്ല, അതുകൊണ്ട് ഇപ്പോൾ തീരുമാനം എടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഇവിടെ കോംപ്രമൈസ്, ചിലർക്കൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ അവസരം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ കുറേ പേര് ഫിനാൻസിൽ നഷ്ടം സംഭവിച്ച കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. പണം കെട്ടിപ്പിടിച്ചിരുന്ന പണമൊക്കെ പോയി എന്ന് ഇപ്പോഴായിരിക്കും അറിയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പണമൊക്കെ ഊർന്നു പോയിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ ഇത്രയും നാൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിശുക്കിയത് എന്തിനാ, എൻ്റെ അപ്പുറത്തൂടെ വലിയ തുകകളൊക്കെ പോയല്ലോ എന്ന് നമ്മൾ അറിയുന്നതാണ് ഈ കാർഡ് കേട്ടോ. കൊച്ചു കാര്യങ്ങളിൽ പിശുക്കിയിട്ട് വലിയ കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്തതാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വരുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ പറയുന്ന പോലെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഒക്കെ കാർഡാണെന്നൊക്കെ പറയും. 11 കാണുന്നുണ്ടായിരിക്കും. മാനിഫെസ്റ്റേഷൻസ് കൂടുതലായിട്ട് വർക്ക്, ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് സഫലമാകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ പേര് നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഹോം കമ്മിങ് ആണ് 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് പാഷനെയാണോ പിന്തുടരുന്നത് അവിടെ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മരണം കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നെഗറ്റീവ് കുത്തിയിരുന്ന് പറയുവാണ്. ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, നെഗറ്റീവ് മാത്രം എനിക്ക് റെസണേറ്റ് ആവുന്നുണ്ടെന്ന്. പതുക്കെ പോസിറ്റീവ് റെസണേറ്റ് ആയിക്കോളൂ. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യൂ. ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും, നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് നമുക്ക് എന്ത് ഗൈഡൻസാണ്? പ്രാർത്ഥനയോടെ ഇരിക്കണം കേട്ടോ. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസാണ് പറയുന്നത്? നല്ലതായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറയണം. എനിക്ക് തന്നിട്ടുള്ള എല്ലാ സുന്ദരമായ കാഴ്ചകൾക്കും, ഞാൻ കേൾക്കുന്ന എല്ലാ സുന്ദരമായ ശബ്ദങ്ങൾക്കും നന്ദി എന്ന് പറയണം. കാരണം അത് കാണാനും കേൾക്കാനും കഴിയാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് ഓടാനും ചാടാനും നടക്കാനും പറ്റുന്നതിന് നന്ദി എന്ന് പറയണം. കൈയും കാലും ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം തന്നിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറയണം കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കണം എപ്പോഴും. അടുത്തത് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് നാൾ, വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന് കാണുന്നുണ്ട്. സക്സസ് എന്ന് കാണുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. നോ നീഡ് ടു വറി. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ, ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് കൊണ്ട് തരും. പേടിക്കണ്ട. നോ നീഡ് ടു വറി. കോംപ്രമൈസ്, വീണ്ടും പറയുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുക. അത് നമ്മളിവിടെ കണ്ടായിരുന്നു. കോംപ്രമൈസിൻ്റെ ടെമ്പറൻസിൻ്റെ കാർഡ് കണ്ടപ്പം കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഹൈപ്പ് ബട്ടണും കൂടെ അമർത്തുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.